തൃശൂർ അന്തിക്കാട് സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ലക്ഷങ്ങൾ വില വരുന്ന ബസ്സുകൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടാതെ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയിലാണ്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ, പുത്തൻപീടിക GLP സ്കൂൾ, ചാഴൂർ കുറുമ്പിലാവ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിന് PA മാധവൻ MLA ആയിരിക്കെയാണ് ബസ് അനുവദിച്ചത്. പുതുമോടിയിൽ 6 മാസം മാത്രമാണ് ബസ് ഓടിയത്. ഡ്രൈവറുടെ ശമ്പളവും ബസിന്റെ അറ്റകുറ്റപ്പണിയും കാരണം അധ്യാപകരുടെ കൈപൊള്ളിയതോടെ സർവീസ് നിർത്തുകയായിരുന്നു. കഴിഞ്ഞ ഓണക്കാലം വരെ ഓടിയിരുന്നതാണ് പുത്തൻപീടിക സ്കൂളിലെ ബസ്. ഗീതാ ഗോപി MLA ആയിരിക്കെയാണ് സ്കൂളിന് 2012-ൽ ബസ് അനുവദിച്ചത്. ഇന്ന് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ട അവസ്ഥയിലാണ് ബസ്. ബസ് അറ്റകുറ്റപ്പണി നടത്താനാകാത്ത അവസ്ഥയിലാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ബസ് കണ്ടം ചെയ്ത് വിൽക്കണമെന്നും ഗ്രാമീണ റോഡുകൾക്ക് പറ്റിയ തരത്തിലുള്ള ചെറിയ വാഹനം അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്കൂളിനും ഗീതാ ഗോപി MLA ആയിരിക്കെ 6 വർഷം മുൻപാണ് ബസ് അനുവദിച്ചത്. പുതുമോടിയിൽ ഏതാനും മാസം മാത്രമാണ് ഈ ബസ്സും സർവീസ് നടത്തിയത്. പിന്നീട് ഇത് നിർത്തുകയായിരുന്നു. 31 സീറ്റിന്റെ വലിയ ബസ്സായതിനാൽ നാട്ടിടവഴികളിലൂടെ ഓടിക്കാനാകില്ലെന്നാണ് സ്കൂളുകാർ പറയുന്നത്. ചെറിയ വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് സ്കൂൾ അധികൃതർ കത്തു നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ കോട്ടപ്പുറം രൂപതയിലെ അൾത്താര ബാലന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച സംഗമം കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. അൾത്താര ബാലന്മാരായ കുട്ടികൾ